ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യമാണ്. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായിരുന്ന ആ ഷണ്ഡൻ, ആ മനുഷ്യൻ ദൈവത്തെ എങ്ങനെ അറിഞ്ഞു, ദൈവം പറഞ്ഞ കൽപ്പന എങ്ങനെ അനുസരിച്ചു, അതാണ് നമുക്ക് ഈ വാക്യത്തിൽ കൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡനായിരുന്ന ധനകാര്യമന്ത്രിയായിരുന്ന മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം പറഞ്ഞത് അതുപടി അനുസരിച്ചതിനെക്കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു, ദൈവത്തിൽ വിശ്വസിച്ചു, യേശുക്രിസ്തു കർത്താവാണെന്ന്, യേശുക്രിസ്തു ദൈവമാണെന്ന് ആ മനുഷ്യൻ വിശ്വസിച്ച് ആ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്ക് ഉള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് എന്തു പറഞ്ഞോ, ഫിലിപ്പോസ് അതനുസരിച്ചു. ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ വഴികൾ തുറക്കണമെങ്കിൽ, ദൈവം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ കർത്താവ് എന്തു പറഞ്ഞിരിക്കുന്നു അത് നാം അനുസരിക്കുവാൻ തയ്യാറായി തീരണം. ഇവിടെ ഫിലിപ്പോസിനോട് പറഞ്ഞതുപോലെ അനുസരിച്ചപ്പോൾ ദൈവത്തിൻ്റെ വഴി അവിടെ തുറന്നു. ദൈവം ഒരു വ്യക്തിയെ അവിടെ കാണിച്ചു കൊടുത്തു. ദൈവം പറഞ്ഞതുപോലെ ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ അവിടെ ദൈവപ്രവൃത്തി നടന്നു. ദൈവരാജ്യത്തിൽ ഒരു വ്യക്തിയുടെ പേരെഴുതുവാൻ, ജീവൻ്റെ പുസ്തകത്തിൽ ഒരു വ്യക്തിയുടെ പേരെഴുതുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇതിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം നമ്മോട് എന്തു പറഞ്ഞോ, ദൈവം നമ്മോട് എന്തു സംസാരിച്ചോ, വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതുപടി നാം അനുസരിക്കുവാൻ തയ്യാറായാൽ, അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവം പറയുന്നത് അതുപോലെ നാം അനുസരിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുവാൻ, ദൈവം ചെയ്യുവാൻ ഇടയായി തീരും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ മനുഷ്യൻ അനേകം മൈലുകൾ താണ്ടി യെരുശലേം ദേവാലയത്തിലേക്ക്, ആമേൻ, യഹൂദന്മാരുടെ ആലയത്തിലേക്ക് വന്നിരിക്കുകയാണ് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി. ആ മനുഷ്യൻ മടങ്ങിപ്പോകുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അല്ലെങ്കിൽ ഒരു തുകൽ, അവിടുന്ന് ചുരുൾ വാങ്ങിക്കൊണ്ട് തിരിച്ചുപോയി തൻ്റെ വാഹനത്തിൽ അല്ലെങ്കിൽ തേരിലിരുന്ന് വായിക്കുന്നതാണ് ആമേൻ ഫിലിപ്പോസ് കേൾക്കുവാനിടയായി തീർന്നത്. ഫിലിപ്പോസിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മോട് ചിലത് പറയുമ്പോൾ നാം അനുസരിക്കാറുണ്ടോ? കർത്താവ് ഫിലിപ്പോസിനോട് പറയാം, നീ ആ തേരിൻ്റെ അടുത്തേക്ക് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞപ്പോഴാണ് യെശയ്യാ പ്രവചനം വായിക്കുന്നത് ഫിലിപ്പോസിന് കേൾക്കുവാനിടയായി തീർന്നത്. കേട്ടപ്പോൾ ഫിലിപ്പോസ് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മുടെ ജീവിതത്തിലും ചിലത് പറയുമ്പോൾ നമ്മൾ ചോദിക്കുവാനും നാം പറയുവാനും ഒക്കെ തയ്യാറായി തീരുമ്പോൾ ചിലരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ, അത് മുഖാന്തരമാക്കി തീർത്തെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആമേൻ. അങ്ങനെ തേരിനോട് ചേർന്ന് നടന്ന ഫിലിപ്പോസ് തേരിൽ കയറിയിരുന്ന് തന്നോട് കൂടെ, ആമേൻ, ഈ ഷണ്ഡനോട്, ആ എത്യോപ്യനായ ധനകാര്യമന്ത്രിയോട് യേശു കർത്താവിനെക്കുറിച്ച് സുവിശേഷം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ വായിച്ചത്, യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വായിച്ചത് പരിപൂർണമായി അത് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ പൊരുൾ തിരിച്ചു പറഞ്ഞു കൊടുക്കുവാൻ ഫിലിപ്പോസിനെ ദൈവം അധികാരപ്പെടുത്തി, അഭിഷേകം ചെയ്തു. പ്രിയ ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ ജനമേ, എന്നെയും നിന്നെയും ചില ദേശങ്ങളിൽ, ചില കുടുംബങ്ങളിൽ, ചില ജോലി സ്ഥലങ്ങളിലൊക്കെ ദൈവമാക്കിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നുവോ അതുപോലെ നാം അനുസരിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ചില അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ ചില പ്രവർത്തികൾ ചില ജീവിതങ്ങളിൽ നടന്നിട്ട് ദൈവത്തിൻ്റെ വചനം അവരനുസരിക്കുവാനും ദൈവകൽപ്പന അവരനുസരിക്കുവാനും അത് മുഖാന്തരമാക്കി ദൈവം തീർത്തെടുക്കും. ഇവിടെ ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ ആ മനുഷ്യനായ ധനകാര്യമന്ത്രിയായ ഷണ്ണൻ ചോദിക്കുകയാണ്, ഇവിടെ വെള്ളമുണ്ട്, ഇവിടെ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടിയാണ് ഫിലിപ്പോസ് പറയുന്നത്. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദൈവത്തിൻ്റെ ജനമേ, യേശു ക്രിസ്തു ദൈവപുത്രനാണ്. ആ ദൈവപുത്രനായ യേശു ക്രിസ്തു പിതാവിൻ്റെ അനുസരിച്ച് പിതാവ് ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, മാനവകുലത്തെ സാത്താൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി, എന്നെയും നിന്നെയും സ്വർഗരാജ്യത്തിന് തീർക്കുവാൻ വേണ്ടി ആ യേശു കർത്താവ്, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, ആ യേശു കർത്താവ് മനുഷ്യ അവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. ആ കർത്താവ് സാമേൻ ഹാലേലുയ യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നിട്ട് പിതാവായ ദൈവം അവിടെ പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ പിതാവായ ദൈവം തൻ്റെ പുത്രനെ അവിടെ വെളിപ്പെടുത്തി. ആ യേശുവാണ് കർത്താവ്. ഹാലലു ആ യേശുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിനക്ക് പാപത്തിന് പരിഹാരമുണ്ടാകുകയുള്ളൂ. അവനിൽ വിശ്വസിച്ച് അവൻ്റെ കൽപ്പന ഏറ്റെടുക്കുന്നവന്, അവൻ്റെ കൽപ്പന അനുസരിക്കുന്നവന് നിത്യരാജ്യത്തിന് അവകാശിയായി തീരുവാൻ ഇടയായി തീരും. ഇവിടെ ഹാലലുയ ഒരു എത്യോപ്യനായ ഒരു ഷണ്ണൻ യെരുശലേമിലേക്ക് വന്നിട്ട് മടങ്ങിപ്പോയപ്പോഴേക്ക് യേശു കർത്താവ് അല്ലെങ്കിൽ പിതാവായ ദൈവം ആ പരിശുദ്ധാത്മാവിലൂടെ ഫിലിപ്പോസിനോട് പറയാണ്, നീ കടന്ന് അങ്ങോട്ട് ചെല്ലുക, ഗസയിലേക്ക് പോകുന്ന മരുഭൂമിയിലേക്ക്, അല്ലെങ്കിൽ അവിടേക്ക് നീ ചെല്ല്. ഞാൻ ഒരു വ്യക്തി അവിടെ കൂടെ പോകുന്നുണ്ട്, നീ അവനോട് സുവിശേഷം പറയണം, അവൻ പൊരുൾ തിരിച്ചു കൊടുക്കണം. ഇതെല്ലാം ആദ്യവും അന്തവും അറിയുന്നവനായ ദൈവം ഒരുക്കി വെച്ചിരുന്നതാണ് ആ സമയമൊക്കെ എന്ന് പറയുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ചിലപ്പോൾ നമ്മോട് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ കിടന്നുറങ്ങുവാൻ തയ്യാറായി തീരും. അല്ലെങ്കിൽ നമ്മൾ പറയും, ഞാൻ അടുത്ത പ്രാവശ്യം പറയാമെന്ന് പറയും. എന്നാൽ ഫിലിപ്പോസ് അനുസരിച്ചതുകൊണ്ടാണ് ആ ഷണ്ണൻ അവിടെ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിങ്ങനെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 28:19 പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ പുറപ്പെടണം. നിങ്ങൾ ഇവിടെ ഇരിക്കുവാനുള്ളവരല്ല, നിങ്ങൾ പുറപ്പെടണം. പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് അതുപോലെ അനുസരിച്ചു. അപ്പോഴാണ് ദൈവപ്രവൃത്തി നടന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചതുകൊണ്ടാണ് ഷണ്ണൻ അവിടെ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നത്. യേശുവാണ് ദൈവപുത്രനെന്ന് പൂർണ്ണമായി അവൻ വിശ്വസിച്ചത്. ആ വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുത്ത് സുവിശേഷം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു കൊടുത്തപ്പോഴാണ് ആ സുവിശേഷം കേട്ട് ഹൃദയത്തിൽ വിശ്വസിച്ച ഷണ്ണനാണ് പറഞ്ഞത്, ഇതാ വെള്ളം, ഞാൻ സ്നാനപ്പെടുന്നതിന് എന്ത് വിരോധമെന്ന് പറയുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യെശയ്യാ പ്രവചനത്തിൽ യേശു കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്,
അറുക്കാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്രിക്കുന്നവൻ്റെ മുൻപാകെ മിണ്ടാതെയിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഇതാണ് യെശയ്യാ പ്രവചനത്തിലെ ക്രിസ്തുവിൻ്റെ ജനനത്തെ അനേക വർഷങ്ങൾക്ക് മുൻപേ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ എഴുതി വച്ചിരുന്നതാണ് ആ ഷണ്ണൻ അവിടെ വായിക്കുവാനിടയായി തീർന്നത്. അത് പൊരുൾ തിരിച്ചു കൊടുത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആ വ്യക്തി വിശ്വസിക്കുവാനിടയായി തീർന്നു. യേശുവാണ് കർത്താവ്, യേശുവാണ് ദൈവപുത്രൻ എന്നവൻ പൂർണ്ണമായി വിശ്വസിച്ചു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൻ ഉത്തരം പറഞ്ഞു. ആ വിശ്വസിച്ച അവനെ അവിടെ പീലിപ്പോസ് സ്നാനപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 38 വാക്യത്തിൽ പറയുന്നു, അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫീലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫീലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മുഴുകൽ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുഴുകൽ സ്നാനം സ്വീകരിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ വചനത്തിൽ നമ്മൾ വിശ്വസിച്ച് എന്ത് കർത്താവ് പറയുന്നു അതുപോലെ അനുസരിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പൂർണ്ണ ഹൃദയത്തോടെ നാം വിശ്വസിക്കുന്നവരായി തീരണം. ആ കർത്താവ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് നാം വിശ്വസിക്കണം. അവനിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്നവരാണ് ആ കർത്താവിൻ്റെ ആമേൻ ഹല്ലേലൂയ കൽപ്പന അനുസരിക്കുന്നവരാണ് ദൈവ ഇഷ്ടം ചെയ്യുന്നത്. നാം റോമാലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. റോമാലേഖനം 10 അധ്യായം അതിൻ്റെ 9 പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വചനം വായിക്കണം, വചനത്തിൽ വിശ്വസിക്കണം. യേശുവാണ് കർത്താവെന്ന്, യേശുവാണ് ദൈവപുത്രനെന്ന് ആമേൻ നാം വിശ്വസിച്ച് ഏറ്റുപറയാൻ ഇടയായി തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അങ്ങനെ നമുക്ക് ഹല്ലേലൂയ ആ കർത്താവിനെ ഏറ്റുപറഞ്ഞ് അവൻ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നിത്യരാജ്യത്തിൽ നമുക്ക് അവനോടുകൂടെ വാസം ചെയ്യുവാൻ ഇടയായി തീരും. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ ഇടയായി തീരട്ടെ. ആ വചനം അനുസരിക്കുവാൻ ഇടയായി തീരട്ടെ. വചനം അനുസരിച്ച ഷണ്ണന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരം അവിടെ വെളിപ്പെട്ടു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഫിലിപ്പോസ് മുഖാന്തരം ആ ഷണ്ണൻ ദൈവത്തെ അറിയുവാൻ, ദൈവരാജ്യത്തിന് അവകാശിയായി തീരുവാൻ, ആമേൻ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഇടയായി തീർന്നു. നമുക്ക് ആ കർത്താവിൽ വിശ്വസിക്കാം, ആ കർത്താവിന് വേണ്ടി ജീവിക്കാം. അവൻ പറഞ്ഞിരിക്കുന്നത് അതുപടി നമുക്ക് അനുസരിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ. അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഉയരട്ട്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.